ഹായ്, ഇന്ന് സൈനാപ്ലയിലൂടെ ഒരു ചെറിയൊരു ചിത്രം കാണാനിടയിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുമായിട്ടും കൂടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണമെന്ന് തോന്നി. ഒരു ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഒരു ഒരു ചെറിയൊരു ചിത്രമാണ്, ഒരു ഷോർട്ട് ഫിലിമാണ്. പക്ഷേ ഈ ഒരു ചിത്രം കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു ഷോർട്ട് ഫിലിം ആണല്ലോ കണ്ടതെന്നുള്ളൊരു ഫീല് തരില്ല. മറിച്ച് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1.25-2 മണിക്കൂറുള്ള വലിയൊരു സിനിമയുടെ ഒരു പ്രസക്ത ഭാഗം കാണുന്ന ഒരു ഫീലായിരിക്കും നിങ്ങൾക്കും സമ്മാനിക്കുക. ചിത്രത്തിൻ്റെ പേരെന്നുള്ളത് ബേബി എന്നുള്ളതാണ്. സിനിമയുടെ ഡയറക്ടർ എന്നുള്ളത് അനന്തൻ ജി ടി എന്ന് പറയുന്ന ആളാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കേന്ദ്ര കഥാപാത്രത്തെ അല്ലെങ്കിൽ ബേബി എന്ന് പറയുന്ന ടൈറ്റിൽ റോൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്രേമലുവിൻ്റെ അകത്ത് ആദി എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്ന ശ്യാം മോഹനാണ്. ഇനി കഥയിലേക്ക് എത്തുമ്പോഴത്തേക്കും തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന 4 രസകരമായിട്ടുള്ള ഗുണ്ടകൾ നമ്മുടെ ചിത്രത്തിലെ നായകൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിരിക്കുകയാണ്. എന്താണ് ലക്ഷ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നായകനെ ഉറക്കി കിടത്തി കൊല്ലുക എന്നുള്ളതാണ് അവരുടെ പ്ലാൻ എന്നുള്ളത്. അല്ലെങ്കിൽ നായകനെ കൊല്ലാൻ വേണ്ടി ആരോ കൊട്ടേഷൻ കൊടുത്ത് വിട്ടതാണ് ഈ 4 പേരെയും. അപ്പോൾ ശരിക്കും നായകൻ ആരാണ്, ഇവരെ ആരാണ് അയച്ചത്, എന്താണ് മൊത്തത്തിലുള്ള പ്രശ്നം എന്നൊക്കെ തന്നെ ഒരു 22 മിനിറ്റ് കൊണ്ട് പക്കാ എൻ്റർടൈനിങ് ആക്കി കാണിച്ചു തരുന്നതാണ് ചിത്രത്തിൻ്റെ ഒരു പ്രമേയം എന്നുള്ളത്. ഇതിൻ്റെ തിരക്കഥയെ പറ്റി തന്നെ കേട്ടോ പറയേണ്ടത്. സിനിമ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് രസിക്കാൻ സാധിക്കും, ഒരുപാട് എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം ഹ്യൂമർ ഉണ്ടായിരുന്നു, അതിനൊത്ത ക്യാരക്ടേഴ്സ് ആയിരുന്നു സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്. കൂടാതെ ചെറിയൊരു സസ്പെൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് എങ്ങനെയാണ് പറയുന്നത്, ത്രസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ 22 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പക്ക എൻ്റർടൈൻ ചെയ്യിക്കും ഈ ഒരു സിനിമയുടെ തിരക്കഥ എന്നുള്ളത്. അതുപോലെ തന്നെ പ്രകടനങ്ങളും ഗംഭീരമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ശ്യാം മോഹൻ, അതെന്താണ് പ്രകടനം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കി എടുക്കുക. നല്ല രസമായിട്ടുള്ളൊരു ഫീലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനത്തിലൂടെ കിട്ടുക. ശരിക്കും പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ക്യാരക്ടറിനെ, ബേബി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് ഒരു 2 മണിക്കൂറൊക്കെ ഉള്ള ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കുമല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നു. അത്രയും രസമായിരുന്നു ആ ക്യാരക്ടർ എന്നുള്ളത്. ക്യാരക്ടറെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല, കാരണം അത്തരത്തിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല 4 വില്ലന്മാരുണ്ട്, അവന്മാരുടെ പ്രകടനം നല്ല രസമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രകടനവും നല്ല രസമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാലും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചില്ലേ, ഒരു സിനിമ കാണുന്ന ഫീലാണ് ഈ ഒരു ഷോർട്ട് ഫിലിം വരുന്നത്. അത്രയും ക്വാളിറ്റിയിലുള്ള സിനിമാറ്റോഗ്രഫി വർക്ക്, മ്യൂസിക് വർക്ക്, എഡിറ്റിംഗ് വർക്ക്, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഈ ഒരു ചിത്രത്തിനുള്ളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറ്റുമെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കാണുക. കാരണം ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ചില സിനിമകളൊക്കെ OTT-യിൽ നിന്ന് വരെ എടുത്തു കളയാൻ വേണ്ടി കുറച്ച് ആളുകളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കുട്ടികൾ വഴിതെറ്റിപ്പോകും എന്നൊക്കെയാണ് അത്തരത്തിലുള്ള സിനിമകളെ പറ്റിയുള്ള ഒരു ആക്ഷേപം എന്നുള്ളത്. അപ്പം ഇതും അത്തരത്തിലുള്ള സിനിമകളായതുകൊണ്ട് നമ്മുടെ സമൂഹമാണല്ലോ, അറിയത്തില്ല ഈ ഷോർട്ട് ഫിലിം ഇനി ഭാവിയിൽ കുട്ടികളെയൊക്കെ ദോഷകരമായി ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് കളയുമെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് പോയി കാണുക. നല്ല രസമുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. കണ്ടിട്ട് അഭിപ്രായങ്ങളൊന്നും പങ്കുവെച്ചേക്കണം. ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ബൈ.